അതെ, ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഈ 2024 എന്ന് പറയുന്ന വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? വീണ്ടും നിരാശയുടെ മറ്റൊരു ISL സീസൺ പൂർത്തിയാവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുക്കുമനോവിച്ച് ടീം വിട്ടു. There is a storm before every calm. ബ്ലാസ്റ്റേഴ്സിനെതിരെ സീസണിലെ 2 മത്സരങ്ങളും വിജയിക്കുകയാണ് ബംഗളൂരു. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിഖായിൽ സ്റ്റാറയെ പുറത്താക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട. കുറേ കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോ ഇനി പ്രതീക്ഷ ഉണ്ടോ? വേറൊന്നുമില്ലെങ്കിലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ കയ്യിൽ ആകെയുള്ളത് പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ അടുത്ത വർഷം കപ്പടിക്കുമോ? അടുത്ത വർഷം 2025. ഉളുപ്പ് ലെഫ്റ്റ് ദ ചാറ്റ് എന്ന ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു റൂമറിനെ കുറിച്ചാണ്. സാധാരണ ഇങ്ങനെ വരുന്ന റൂമറുകളൊന്നും പറയാറില്ല, പക്ഷെ ഇത് ഒരു സീൻ സാധനമായിട്ട് പറയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ മുമ്പത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതാണ് ആ റൂമർ. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം അത് വൈറലായത് കൊണ്ട് തന്നെ അത് ആരാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതെ, തെക്കിന്റെ നായകൻ സന്ദേശ് ജിങ്കൻ. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് വെറും റൂമറാണ്, നടക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് നടന്നു കഴിഞ്ഞാൽ എഴുതി ഒപ്പിടാം. സെൽഫ് റെസ്പെക്ട്, ഉളുപ്പ് തുടങ്ങിയ സാധനങ്ങളൊന്നും മാനേജ്മെന്റിന്റെ ഡിക്ഷണറിയിൽ ഇല്ലേ ഇല്ല. ടു ബി ഓണസ്റ്റ്, ഇത് വളരെ നല്ലൊരു ഡീലാണ്. സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്നത് ആസ് എ ഡിഫൻഡർ ദ ബെസ്റ്റ് ആണ്. ലെറ്റ് മീ റിക്കോൾ സം സിനാരിയോസ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നല്ലൊരു ടേംസിലാണ് ജിങ്കൻ പിരിഞ്ഞു പോയതെങ്കിലും ഫോറിനിലേക്ക് പോകുന്ന വഴി പുള്ളി നേരെ മോഹൻ ബഗാനിലേക്ക് പോയത് ഇവിടെ ഉള്ളവരെ എല്ലാവരെയും ചടപ്പിച്ച് വെറുപ്പിച്ച്. പുള്ളി പോയ സമയത്ത് 21-ാം നമ്പർ ജേഴ്സി വിരമിപ്പിച്ച് പിന്നെ അത് പുള്ളി മോഹൻ ബഗാനിൽ കയറിയത് കൊണ്ട് അത് തിരിച്ചെടുത്ത് അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ജിങ്കൻ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ബാൻഡറിങ് അത് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ മുത്തനും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും വരെ വിളിച്ചവരുണ്ട്. ആൻഡ് ആ റൂമറിൽ തന്നെ പറയുന്നുണ്ട് ജിങ്കന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ഒബ്വിയസ്ലി ഒരു മനുഷ്യന് സമാധാനമാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നിന്ന് പോയ ശേഷം പുള്ളി അത് അനുഭവിച്ചിട്ടേ ഉണ്ടായില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. സോ ഇവിടുത്തെ ജനങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു റിഗ്രറ്റ് പുള്ളിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇവിടെ വന്ന് അതെല്ലാം മാറ്റിയെടുക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും മാനേജ്മെന്റിന്റെ ആ തൊലിക്കട്ടി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബട്ട് ഇതൊരു റൂമർ മാത്രമാണ്, അല്ലാതെ തന്നെ മാനേജ്മെന്റ് ഒരുപാട് ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ റൂമറിന്റെ ഊക്ക് കൂടെ നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. ഇതൊക്കെ വല്ലതും നടക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം. എന്നാലും ജിങ്കൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സീനാവും, അബ്സല്യൂട്ട് സിനിമ. എന്താണെന്നറിയില്ല, ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ചാർജായി. ഓക്കെ, നമുക്ക് ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തെ പറ്റി സംസാരിക്കാം. ജംഷഡ്പൂർ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യ ലെഗ് മത്സരത്തിന് ഒരുങ്ങുന്നു. നമസ്കാരം, അവർക്കും ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ടോക്കിംഗ് അബൌട്ട് ഖാലിദ് ജമീൽ, ISL തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ കോച്ചാണ് ഇങ്ങേരി. പുള്ളിയുടെ ഈ സീസണിലെ ഓരോ മത്സരത്തിന്റെയും ഫോർമേഷൻ വൺ സീനാണ്. ഓരോ മത്സരത്തിലും ഓരോ ഫോർമേഷൻ. ഇതിൽ 4-1-4-1 എന്ന ഫോർമേഷൻ ആയിരുന്നു സീസണിലെ തുടക്ക സമയത്ത് ഖാലിദ് ജമീൽ യൂസ് ചെയ്തത്. സീസണിന്റെ തുടക്കത്തിൽ കരുത്തരായ ഗോവയും മുംബൈയും എല്ലാം ഖാലിദ് ജമീലിന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പതറി. ഈ 4-1-4-1 എന്ന ഫോർമേഷൻ ഉപയോഗിച്ച് ഒരു ഡീസന്റ് റൺ നടത്തി ഹൈദരാബാദിനെ വരെ പരാജയപ്പെടുത്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള മത്സരം വരുന്നത്. ഇതേ ഫോർമേഷനായിട്ട് ഇറങ്ങിയപ്പോൾ അവര് 5 ഗോളിന് ജംഷഡ്പൂരിനെ തോപ്പിച്ചു. സോ ആ ഒരു ഫോർമേഷൻ കീപ്പ് ചെയ്ത പണി കിട്ടുന്ന മനസ്സിലാക്കിയ ഖാലിദ് ജമീൽ അടുത്ത മത്സരത്തിൽ ചെന്നൈക്കെതിരെ 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ട് ഇറങ്ങി. അതും 5 ഗോളിന് തോറ്റു. പുള്ളി വിട്ടില്ല. അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനുമായിട്ട് ഇറങ്ങി, അതും തോറ്റു. അതിനുശേഷം ജംഷഡ്പൂർ മൊഹമ്മദൻസിനെ നേരിട്ടത് വെറൈറ്റി ഫോർമേഷൻ ആയിട്ടുള്ള 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനായിട്ടാണ്. അവിടെയാണ് ട്വിസ്റ്റ്. ആ മത്സരത്തിൽ വിജയിച്ചിട്ടും അടുത്ത മത്സരം പഞ്ചാബ് FCക്കെതിരെ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ പുള്ളി യൂസ് ചെയ്തില്ല. അടുത്ത വെറൈറ്റി 4-2-2-2. ഏത സാധനം. ബട്ട് ആ ഒരു സ്ട്രാറ്റജിക് സ്വിച്ചിൽ ഖാലിദ് ജമീൽ പൂർണ്ണമായിട്ടും വിജയിച്ചു. പഞ്ചാബ് FC അവർ പരാജയപ്പെടുത്തി. സോ അവസാനമായി കളിച്ച ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നില്ലെങ്കിൽ 4-3-3 അതല്ലെങ്കിൽ 4-2-2-2 ആ ഒരു ഫോർമേഷനാണ്. പക്ഷെ പുള്ളി വീണ്ടും 4-2-3-1 വന്നു. അതുകൊണ്ട് തോറ്റു. എല്ലാവരുടെയും കിളി പറത്തുന്ന പരിശീലകൻ. അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ഏത് ഫോർമേഷനിൽ ഏത് ലൈനപ്പിൽ ഇറങ്ങുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജംഷഡ്പൂർ FC 11 മത്സരങ്ങളിൽ നിന്നും 6 വിജയവും 5 തോൽവിയുമാണ് നേടിയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത മത്സരങ്ങൾ ഇങ്ങനെ വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികൾക്ക് മാത്രമല്ല ഈ ഫോർമേഷൻ സ്വിച്ചിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, സ്വന്തം ടീമിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഒരു കൺസിസ്റ്റൻസി പുള്ളി കീപ്പ് ചെയ്യുന്നില്ലെങ്കിലും
ജംഷഡ്പൂർ FC സ്റ്റിൽ ഒരു ഡേഞ്ചറസ് ടീം തന്നെയാണ്. ജംഷഡ്പൂർ നിരയിൽ ഏറ്റവും ശക്തമായ താരങ്ങളുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ വളരെ മികച്ച കോർഡിനേഷൻ ഉള്ള ഒരു ടീമാണ് ജംഷഡ്പൂർ FC എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അറ്റാക്കിങ്ങിനേക്കാൾ ഡിഫൻസ് അസാധ്യ സിങ്കാണ്, എസ്പെഷ്യലി സ്റ്റീഫൻ എസെ ആൻഡ് പ്രദീപ് ചൗധരി. ഇവരുടെ നേതൃത്വത്തിൽ ജംഷഡ്പൂർ FC ഒരു ഡിഫൻസീവ് ഗെയിം കളിക്കുമ്പോൾ ഒപ്പോണൻസിന് എളുപ്പത്തിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. മുന്നേറ്റത്തിൽ ഹാവിയർ സിവേരയും ജോർദൻ മുറയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും മധ്യനിരയിൽ മുഹമ്മദ് സനാനും റൈറ്റ് അച്ചിക്കാബായും ഹാവി അർണാണ്ടസും അതിഗംഭീരമായി തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ടീമിൽ ഒരു അൺപ്രഡിക്റ്റബിൾ പ്ലെയർ കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ്. മച്ചാൻ വേറൊരു മൂഡാണ്. ചില സമയത്ത് ആരില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് എല്ലാ സേവുകളും നടത്തും. ചില സമയത്ത് സിമ്പിൾ ഷോട്ട്സ് ഒക്കെ പുള്ളി അസാൾട്ട് ആയിട്ട് വിടും. സോ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആൽബിനോ എങ്ങനെ ഇറങ്ങും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. മുഹമ്മദ് അൻസസിയെ പരാജയപ്പെടുത്തി എന്ന് കരുതിയിട്ട് നമുക്ക് ടീമിനെ ഒന്ന് വിലയിരുത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആക്ച്വലി ജംഷഡ്പൂർ FC ആയിരിക്കും അതിന് പറ്റിയ ഒരു കൃത്യമായ പരീക്ഷ. ഇനി വരുന്ന ഓരോ മത്സരങ്ങളും നിർണായകമായതുകൊണ്ടും ഇനി വരുന്ന ഓരോ എതിരാളികളും അത്രമേൽ ശക്തരായതുകൊണ്ടും ഈ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു പരിശീലകനെ കൊണ്ടുവരുന്ന കാര്യം ഇവിടെ ആരും ഒന്നും ഡിസ്കസ് പോലും ചെയ്യുന്നില്ല. ഈ ഒരു മത്സരം കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്നൊക്കെ വെച്ചിരിക്കുകയാണോ എന്നറിയില്ല ഒരവസ്ഥകളെ. ഈ ജാനുവരി ട്രാൻസ്ഫർ മുമ്പ് കോച്ചിനെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. എന്നിട്ട് പുള്ളിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെയാണ് കുറച്ചെങ്കിലും ജാനുവരി ട്രാൻസ്ഫറിൽ കൂടെ എത്തിക്കാൻ പറ്റും. ഇതൊക്കെ ആരോട് പറയാം. ഓക്കെ, ഈ മാച്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2 മാറ്റങ്ങളാണ്. ഒന്ന് റൈറ്റ് ബാക്ക് പൊസിഷനാണ്. കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപിന് പകരക്കാരനായിട്ട് ഐബാൻ കളത്തിലിറങ്ങിയത് ഒരു വലിയ പോസിറ്റീവായിരുന്നു. രണ്ടാമത്തെ മാറ്റം വിപിൻ മോഹനനാണ്. ഇഞ്ചുറി മാറി അദ്ദേഹം കളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡാനിഷ് ഫറൂഖിന് പകരം വിപിൻ മോഹനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ മോശമാക്കിയെന്നല്ല, പക്ഷേ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് ഡാനിഷിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റിയത്. വിപിൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അപ്പർ ഹാൻഡ് വിപിന് തന്നെയായിരിക്കും. ഹീസസ് ജിമിനസ് ഈ ഒരു മത്സരത്തിലും ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് വലിയ ചേഞ്ച് ഒന്നും മുന്നേറ്റ നിലയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ നോവ സദോയ്ക്ക് പാസ് കൊടുത്ത് വിങ്ങിലൂടെ ഓടി ക്രോസ് ചെയ്ത് ഗോളാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ഇവിടുത്തെ കുട്ടികൾക്ക് വരെ കാണാപ്പാടമാണ്. ഖാലിദ് ജമീലിനെ പോലുള്ള ഒരു കോച്ച് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രാറ്റജി ഡീകോഡ് ചെയ്യും. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ നന്നായിരിക്കും. സോ അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വർഷം അവസാനിക്കുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വിജയം തന്നിട്ടാകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. So, after the match.